ഇന്ന് രാവിലേക്ക് ഇന്ന് രാവിലത്തെ മുതലേ നിങ്ങളെ കാണിക്കാലോന്ന് ചോദിച്ചു. 5 മണിക്ക് എണീച്ചു. ഓ ഭയങ്കര കുളിര്, എന്ത് കുളിരിപ്പാ. അപ്പൊ ദോശയാക്കാലോ പറഞ്ഞിട്ട് ദോശക്ക് ഞാൻ അരി അരച്ചു. ഇന്നലെ ആ പച്ചരി കുതിർത്തിനിപ്പാ അത് എന്നിട്ട് അരച്ചിട്ട് ദോശ ചൂടാൻ വേണ്ടിട്ട് പോകുന്നത്. എന്നിട്ട് ദോശയാക്കണം. പിന്നെ ദോശക്ക് കറി വേണ്ടേ, മീൻകറി ആക്കാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മീൻകറി ആക്കണം, എന്തോ പണിയുണ്ട്. ബാ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ദോശ ചുടുന്നു. അത് എണ്ണ പരട്ടിയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ. അപ്പോൾ കുറച്ച് വെള്ളമായി തോന്നും. ചുള്ളിയാൽ കിട്ടേച്ചില്ലപ്പം, കുറച്ച് വെള്ളമായി പോയെങ്കിൽ ഈ രാവിലെ തന്നെ ചുടുമ്പോഴില്ലേ ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും. എന്നെ ബണ്ണക്കല്ലിൽ തന്നെ പിടിക്കും. ചെറിയ വണ്ണക്കല്ല് ഞാനില്ലേ എൻ്റെ അമ്മയുടെ അടുത്തുണ്ടായ വണ്ണക്കല്ല് ഇപ്പം അത്. അപ്പം ഞാൻ എനിക്കത് എടുത്തിട്ട് കൊണ്ടുവന്നത്. എന്താ പറയുക, അതിൽ ചെറിയ ദോശയും കിട്ടും, പിന്നെ നല്ല പാങ്ങിൽ കിട്ടലും ഉണ്ട് അതിൽ. എന്നിട്ട് ഞാൻ അത് അമ്മയുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നത്. നമുക്ക് ചുള്ളാലോ ദോശ. മറ്റേ നല്ല പാങ്ങിൽ കിട്ടലുണ്ട് ഈ അപ്പം. അതാ ഞാൻ ഈ വണ്ണക്കൽ അത്ര ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. വേണ്ട മത്തിയില്ലേ ചാറാക്കാലോ എന്ന് പറഞ്ഞിട്ട്, കുഞ്ഞു മത്തിയില്ലേ അത് ചാറാക്കാൻ വേണ്ടിയിട്ട് മുറിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് മുറിക്കാനും കഴിയുന്നില്ലപ്പാ. അപ്പോൾ ഇല്ലേ മുറിച്ചിട്ട് നല്ല വൃത്തിയിൽ കവിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് പെരക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് എന്താക്കുന്ന പറഞ്ഞാൽ തേങ്ങയും പിന്നെ പറങ്കളിൻ്റെ പൊടിയും കൊത്തമ്പാരിപ്പൊടിയും കുറച്ച് വറുത്തിട്ട് തേങ്ങ ഒരു ചെരാപ്പ് തേങ്ങയും ചെരി ഇട്ടിട്ട് ഉള്ളിയും കൂട്ടിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് ജാറിലിട്ടിട്ട് അരക്കണം. അപ്പം അത് അപ്പം ആ ജാറിലേക്ക് ഇടാം നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട്. ആ പുളിയെ അതിൻ്റെ ഒന്നിച്ച് വേറൊരു സാധനം കൂടി കൂട്ടണം. വേറെ ഒന്നുമല്ല, പുളിയില്ലേ, പുളി ഇതാണ്ടോ ഈ പുളി, ഓട്ടുപുളി ഇല്ലേ, ഓട്ടുപുളി. അപ്പോൾ അത് അതിനൊന്നിച്ച് കൂട്ടിയിട്ട് അരക്കണം. അപ്പോൾ ഇതെല്ലാം അതിലത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ പുളിയുടെ വെള്ളം അതിൽ പോരാ. പക്ഷേ ഇല്ലേ അതില്ലേ ഇങ്ങനെ ഈ പുളി ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ അടിയിൽ പൊടി ഉണ്ടാവും. അപ്പോൾ എന്താക്കും, ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് അരിച്ചിട്ടാണ് അതിങ്ങനെ അതിൽ പോരൽ. അങ്ങനെ പൊടി കണ്ടോ. എന്നിട്ടില്ലേ ഇനി നമുക്ക് അരക്കാം. ഇത് മുതിക്കനെ അരക്കണം. ഇതാ ഇതുപോലെ അരക്കണം. ഇതുപോലെ മുതിക്കനെ അരച്ചു. എന്നിട്ട് അരച്ചിട്ട് അത് ഇപ്പോൾ മറ്റേ ഇതില്ലേ കറിക്ക് വേണ്ടുന്ന സാധനം വേറെ വേണ്ടേ, തക്കാളിയും ഉള്ളിയും പിന്നെ പച്ചപ്പറങ്കളില്ലേ, പച്ചപ്പറങ്കളും നേർക്കനെ അങ്ങനെ ചെറുങ്ങനെ ഇതുപോലെ മുറിക്കുക. ഇതുപോലെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാപ്പാ. എന്നിട്ട് ആ പാത്രത്തിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് തീമാക്കാം. എന്നിട്ട് പൊത്തി വെക്കാം. പൊത്തി വെച്ചിട്ടാകുമ്പോൾ അത് ചൂടാവൂലേ. അപ്പോൾ അത് ഇതുമാതിരി ആയിട്ടാകുമ്പോൾ അതിലത്തേക്ക് ഇങ്ങനെ കലക്കി പോരാ. ഈ അരച്ച അരപ്പില്ലേ അത് അതിലത്തേക്ക് കലക്കിയിട്ട് പോരാപ്പാ. എന്നിട്ട് അതിൻ്റെ ഉള്ളെല്ലാം പഠിച്ചിട്ട് അതിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ പഠിച്ചിട്ട് ഒരിക്കൽ അതിലത്തേക്ക് തന്നെ പോരാ കലക്കിയിട്ട്. എന്നിട്ട് അതുമാതിരി പോരാ പോർന്നിട്ട് കയ്യിലോണ്ട് ഇളക്കാം. നല്ല പാങ്ങിൽ കയ്യിലോണ്ട് ഞാൻ ഇളക്കിയിട്ട്. അപ്പോൾ ഇല്ലേ ഞാനില്ല അതിൻ്റെ ഒന്നിച്ച് മീനിടൂല, കുഞ്ഞി മത്തിയല്ലേ. അപ്പോൾ വേഗം അതിങ്ങനെ പോകും. അപ്പോൾ എന്താക്കുക, ഇതൊരിക്കൽ പതക്കണം. പതച്ച് കഴിഞ്ഞിട്ടേ ഇടും ഈ അരപ്പ്. ഒരിക്കൽ അങ്ങനെ പതച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിലത്തേക്ക് മീനിടാം. ഇതുപോലെ പതച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിമത്തി എന്നിട്ട് ഇടാം. അപ്പോളേ ഇത് അല്ലെങ്കിൽ ബന്ധൊടിയും. ഇതാ ഇപ്പോൾ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കാം. നല്ല പാങ്ങിൽ ഒന്നും കൂടി ഇളക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ വേഗം ഇതാവും. അല്ലെങ്കിൽ ഇല്ലേ അതിങ്ങനെ അരപ്പ് ഊറും, ഇങ്ങനെ അരപ്പ് ഉണക്കും. ഇതാണ്ടോ വേഗമായില്ലേ. എന്നിട്ട് എന്താക്കുക പറഞ്ഞാലില്ലേ അത് അങ്ങനെ ഒരേ ഇളക്കണ്ടപ്പം കുറച്ച് ഇരിക്കിങ്ങനെ ഇളക്കേ വേണ്ടു. എന്നിട്ട് എന്താക്കുക പറഞ്ഞാൽ എണ്ണയില്ലേ, വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഉറ്റിക്കും. എപ്പോഴും ഞാൻ അങ്ങനെ ഉറ്റിക്കലുണ്ട്. അപ്പോൾ ഇല്ലേ വേറെ തന്നെ ഒരു മണമാണ്, വെളിച്ചെണ്ണയ്ക്ക് ഒരു മണം. അപ്പോൾ മത്തിക്കറിയായി, മത്തി ചാറ്, കുഞ്ഞത്തി ചാറായി. അപ്പോൾ ഇല്ലേ ചായ വെക്കുന്നു. ചായ വെച്ചിട്ട് ചായയും പിന്നെ ചായ പതുക്കലായി. പിന്നെ ദോശയും, ദോശ റെഡി. ഇതാ പിന്നെ മീൻകറി റെഡിയായി.
ബാ ഇനി നമുക്ക് എല്ലാവർക്കും പോയിട്ട് ചായ കുടിക്കാലോ അപ്പ പൈക്കുന്നില്ലേ?